മക്കളെ എല്ലാവർക്കും നമസ്കാരം. അടുത്ത വർഷം SSLC പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി റെസണൻസ് ക്ലാസ് ഒരുക്കുന്ന ഓൺലൈൻ ട്യൂഷൻ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ COVID-19 എന്ന് പറയുന്ന ഒരു മഹാമാരിയുടെ മുമ്പിലാണ് നമ്മൾ ഇന്ന് എല്ലാ ലോകത്തിലെ ജനങ്ങളും. അപ്പോ അതിന്റെ ബേസിൽ നമുക്ക് ഇനി മുതൽ സാധാരണ ഒരു ക്ലാസ് റൂമിനെ കുറിച്ച് ചിന്തിക്കുക തന്നെ ബുദ്ധിമുട്ടാണ്. ഇനി നമുക്ക് പറയുന്ന ഒരു കണക്ക് പ്രകാരം ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ ആണ് നമ്മുടെ ക്ലാസ്സുകൾ സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. മിനിമം ഓഗസ്റ്റ് ആണ്, അത് സെപ്റ്റംബറിൽ വരെ നീണ്ടുപോകാന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനൊരു സാധാരണ ക്ലാസ് റൂം ഇനി നമുക്ക് ഈ വർഷം നമ്മൾ ഇതുവരെ പഠിച്ച പോലെ സാധാരണ ഒരു ക്ലാസ് റൂം നമുക്ക് അനുഭവവേദ്യമാവില്ല. അപ്പോ പല ആൾക്കാരും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് മാറുന്നതിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. അപ്പൊ നമ്മൾ റെസണൻസ് നിങ്ങൾക്ക് വേണ്ടി ഒരു അവസരം ഒരുക്കി തരികയാണ്. നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ +2 ക്ലാസ്സുകൾക്കായി നമ്മൾ കുറച്ച് നേരത്തെ മാറി നമ്മൾ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു മക്കളെ, ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് മാറും. അപ്പൊ അതിന്റെ ആദ്യത്തെ ക്ലാസ് വീഡിയോ ആണ് നിങ്ങൾക്ക് ഇതിന് പുറകെ കിട്ടുന്നത്. അപ്പോ ഇത് ഒരു ഡെമോ വീഡിയോ എന്നാണ് ഞങ്ങൾ പറയുന്നത്. കാരണം നിങ്ങൾക്ക് ഓൺലൈനെ കുറിച്ച് പരിചയമില്ല, ഓൺലൈൻ ക്ലാസ് നിങ്ങൾ കേട്ടിട്ടില്ല. അപ്പോ നിങ്ങളെ സംബന്ധിച്ച് ഇതൊരു പുതിയൊരു ആശയമാണ്. അപ്പോ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് സൗണ്ടിന്റെ ക്വാളിറ്റി, വീഡിയോയുടെ ക്വാളിറ്റി, അതുപോലെ ഈ എഴുതിയിരിക്കുന്ന ലെറ്റേഴ്സിന്റെ ക്വാളിറ്റി, അങ്ങനെ നിങ്ങൾക്കുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് ഞങ്ങളോട് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഞങ്ങൾ അറിയിക്കാനുള്ള ഒരു ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മൾ ഈ ഡെമോ ക്ലാസ്സിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ക്ലാസ് നമ്മൾ തിയറി എടുക്കുന്നുണ്ട്, പാഠഭാഗങ്ങൾ എടുക്കുന്നുണ്ട്, പക്ഷെ എന്നാലും മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഈ വീഡിയോ കാണുന്നതിന് അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ മക്കളെ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് 2-3 കാര്യങ്ങൾ മാഷ് പറയാണ്. ഒന്നാമത്തെ കാര്യം, നമ്മള് ക്ലാസ്സിലെ നോട്ട് നിങ്ങൾ ഒരു ബുക്കിൽ എഴുതിയെടുക്കണം. ഓക്കെ, അപ്പൊ നോട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ പറയുന്നത് അത് 2-3 ക്ലാസ് കഴിഞ്ഞാൽ നമ്മൾ പറയും നോട്ട് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ആ നോട്ട് ഒന്ന് സബ്മിറ്റ് ചെയ്യണം. വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങളെ ഞങ്ങൾ കാണുന്നില്ല. അപ്പൊ അത് കാരണം നിങ്ങളത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ നമുക്കുള്ള ആകെ കൂടിയുള്ള ഒരു കാര്യം നിങ്ങൾ നോട്ട് എഴുതുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യലാണ്. അപ്പൊ ആ നോട്ട് കറക്റ്റായിട്ട് എഴുതിയെടുക്കുക. ആ നോട്ട് എഴുതിയെടുത്ത് ഞങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അതിന്റെ ഫോട്ടോ എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യാം, ഗ്രൂപ്പിലോ അതുപോലെ ക്ലാസ് റൂമിലോ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യം. രണ്ടാമത് ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ ക്ലാസ്സിലെ വർക്കുകളൊക്കെ തരുമ്പോൾ അതും ചെയ്ത് എന്ത് ചെയ്യാം, ഒപ്പത്തിനൊപ്പം പോകാൻ ശ്രമിക്കുക. ചെയ്ത് എന്ത് ചെയ്യുക, അതും നിങ്ങൾക്ക് ഗ്രൂപ്പിലിടാം. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്ത് സംശയമുണ്ടെങ്കിലും ഇവിടെ നിന്ന് അങ്ങോട്ട് എടുക്കുന്നതിൽ എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ക്ലാസ് റൂമിലോ വാട്സാപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് ആയിട്ട് നമ്മുടെ ടീച്ചർമാരെ കോൺടാക്ട് ചെയ്തോ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾ സംശയം ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിൽ നമ്മൾ അത് വീഡിയോ ക്ലാസ് ആയിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് തീർത്ത് തരാൻ പറ്റുന്ന ചെറിയ ഡൗട്ടുകളാണെങ്കിൽ അപ്പോൾ തന്നെ തീർത്ത് തരാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം മക്കളെ. സംശയം എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് ചോദിക്കാം. ഓക്കെ, ഞങ്ങളുടെ ടീച്ചർമാരുടെ ഒരു പ്രത്യേകത പറയാം, ഞങ്ങൾ എല്ലാവരും എൻട്രൻസ് ടീച്ചർമാരാണ്. അതായത് എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂല് ക്ലാസ് എടുക്കുന്ന, തൃശ്ശൂരിലെ എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ ക്ലാസ് എടുക്കുന്ന ടീച്ചർമാരാണ്. അപ്പോ ഈ ഒരു സന്ദർഭം നിങ്ങൾ വളരെ നന്നായിട്ട് എന്ത് ചെയ്യാം മക്കളെ, ഉപയോഗിക്കാം. അതായത് അവര് നമ്മുടെ ടീച്ചർമാരുടെ പ്രത്യേകത കുറച്ചുകൂടി ഉയർന്ന ലെവലിൽ ക്ലാസ് എടുക്കുന്ന ടീച്ചർമാരാണ്. അപ്പൊ അവർക്ക് നിങ്ങളുടെ ഏത് സംശയവും തീർത്തു തരാനും നിങ്ങളെ വ്യത്യസ്ത രീതിയിൽ പഠിപ്പിക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. അപ്പൊ അത് നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യാം മക്കളെ, യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾ സംശയം ചോദിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് അവര് പറഞ്ഞു തരും. അപ്പൊ അവരെ നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യാം മക്കളെ, ഉപയോഗിക്കാം. ഓക്കെ, എന്റെ പേര് വിഷ്ണു എന്നാണ്. ഞാൻ നിങ്ങൾക്ക് ഫിസിക്സ് ആണ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഫിസിക്സിന്റെ ഡെമോ ക്ലാസ് വെച്ചിട്ടാണ് നമ്മൾ
സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഫിസിക്സിന്റെ ആദ്യത്തെ ചാപ്റ്റർ നമുക്ക് ഡിസ്കസ് ചെയ്യാം മക്കളെ. ആദ്യത്തെ ചാപ്റ്റർ മലയാളം മീഡിയത്തിലാണെങ്കിൽ വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ, ഇംഗ്ലീഷിലാണെങ്കിൽ ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് നമ്മൾ പറയുന്നത്. നമ്മളിവിടെ കുറച്ച് സ്ലൈഡുകൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് മക്കളെ. ആ സ്ലൈഡുകൾ ഇംഗ്ലീഷിലാണ്. ഞാനിതിന്റെ മലയാളം ഇവിടെ എഴുതി വെക്കാം. ഓക്കെ, ഞാൻ മലയാളം എഴുതി വെക്കാം. സ്ലൈഡ് ഇംഗ്ലീഷിലാണ്. അത് സ്ലൈഡ് നമുക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇനി അത് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ മാറ്റാൻ പറ്റുമെന്നാണ് ഞാൻ ആശിക്കുന്നത്. അപ്പൊ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പൊ ആദ്യത്തെ ക്ലാസ്സിൽ ഈ സ്ലൈഡുകളൊക്കെ ഇംഗ്ലീഷിലാണ്. അതിന്റെ മലയാളം ഞാനിവിടെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മീഡിയക്കാർക്കും മലയാളം മീഡിയക്കാർക്കും ബുദ്ധിമുട്ട് ഉണ്ടാകാത്ത രീതിയിലാണ് നമ്മൾ ക്ലാസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ ഈ ക്ലാസ്സിന് ശേഷം നമ്മൾ ഗ്രൂപ്പിൽ പറഞ്ഞു. ഓക്കെ മക്കളെ, നമുക്ക് ആദ്യത്തെ ചാപ്റ്ററിലേക്ക് നമുക്ക് പോവാം. നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററിന്റെ പേര് വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ എന്നാണ്. അതായത് വൈദ്യുത പ്രവാഹം ഉണ്ടാക്കുന്ന, അതായത് കറണ്ട് ഉണ്ടാക്കുന്ന ഇഫക്റ്റുകളെ കുറിച്ചാണ്. അത് ഇംഗ്ലീഷ് മീഡിയത്തിലെ ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഓക്കെ, വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ മക്കളെ, ആ ചാപ്റ്ററിലേക്ക് നമുക്ക് കടക്കുന്നതിനേക്കാൾ മുമ്പ് ഞാൻ നിങ്ങളോട് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. എന്താണ് കറണ്ട് അല്ലെങ്കിൽ എന്താണ് വൈദ്യുതി? എന്താണ് നമ്മുടെ കറണ്ട് അല്ലെങ്കിൽ എന്താണ് വൈദ്യുതി? നിങ്ങൾ എന്താണ് മുൻ വർഷങ്ങളിൽ പഠിച്ചു വെച്ചിരിക്കുന്നത്? നമ്മള് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കുറെ അധികം കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും കറണ്ട് എന്ന് പറഞ്ഞാൽ ചാർജുകളുടെ ഒഴുക്കാണ്. ഫ്ലോ ഓഫ് ചാർജ്, ചാർജുകൾ ഒഴുകി പോവാണ് അല്ലെങ്കിൽ മൂവ് ചെയ്യുകയാണ്. അതിനെയാണ് കറണ്ട് എന്ന് വിളിക്കും. കുറച്ച് പേര് അങ്ങനെ പറയും. അല്ലെങ്കിൽ വേറെ കുറച്ച് പേര് പറയും ഇലക്ട്രോണുകളുടെ ഫ്ലോ ആണ്, അതായത് ഇലക്ട്രോണുകളുടെ ഒഴുക്കിനെയാണ് നമ്മൾ കറണ്ട് എന്ന് വിളിക്കുന്നതെന്ന് പറയും. ഇത് രണ്ടും പറയുന്ന ആൾക്കാരുണ്ട്. മക്കളെ, ആക്ച്വലി എന്താണ് കറണ്ട്, എപ്പോഴാണ് കറണ്ട് ഉണ്ടാവുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് വളരെ അത്യാവശ്യമുള്ള ഒരു ഇൻഫർമേഷനാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പറഞ്ഞത്. ഓക്കെ, നിങ്ങൾക്ക് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള മീനിങ് മനസ്സിലാക്കണം മക്കളെ. വെറുതെ കറണ്ട് എന്താണെന്ന് ഇക്വേഷൻ പഠിക്കുക, അതേപോലെ കാര്യങ്ങൾ പഠിച്ചത് ആയില്ല. നമുക്ക് അതിന്റെ കറക്റ്റ് മീനിങ് എന്താണെന്ന് അറിയാം. അപ്പോ നമുക്ക് തുടങ്ങാം. കറണ്ട് എന്ന് പറയുമ്പോൾ ഇലക്ട്രോണുകളുടെ ഫ്ലോ ആണ് എന്ന് തന്നെ നമുക്ക് പറയാം. ശരിയാണ് മക്കളെ, ഇലക്ട്രോണുകളുടെ ഫ്ലോ ആണ് കറണ്ട്. അപ്പോ ഒരു മെറ്റലില് അല്ലെങ്കിൽ ഒരു മെറ്റാലിക് വയർ, ഒരു വയർ എടുക്കുകയാണെങ്കിൽ, ലോഹ കഷ്ണം, ലോഹ കമ്പി എടുക്കുകയാണെങ്കിൽ ആ മെറ്റാലിക് വയറിൽ കൂടെ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യാന്ന് വിചാരിക്കുക, ഇലക്ട്രോൺസ് ഒഴുകി പോവാന്ന് വിചാരിക്കുക. എന്താ ഇലക്ട്രോൺസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇല്ലേ? നമ്മൾ ആറ്റത്തിനുള്ളിൽ ഇലക്ട്രോൺസ് കേൾക്കാത്തവരായിട്ട് ആരുമില്ല എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇലക്ട്രോൺസ് ഒരു കമ്പിയിൽ കൂടെ മക്കളെ ഒഴുകി പോവാ, അതിനെയാണ് നമ്മൾ കറണ്ട് എന്ന് വിളിക്കുന്നത്. ശരിയാണ്. അപ്പോ ഈ ഇലക്ട്രോണുകൾ ഒഴുക്കുന്നത് കമ്പിയിൽ കൂടെ മാത്രമാണോ, ഇല്ലെങ്കിൽ ഇലക്ട്രോൺ ഒഴുകാൻ നമുക്ക് ബാറ്ററി അല്ലെങ്കിൽ സെല്ലിന്റെ ആവശ്യമുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മക്കളെ, ഞാൻ ഒരു മെറ്റലിന്റെ ഒരു താക്കോലാണ് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ഇപ്പൊ അവൈലബിൾ ആയിട്ട് താക്കോലാണ്. ഞാനൊരു താക്കോൽ എടുത്തിരിക്കുന്നു. നിങ്ങളുടെ വീട്ടിലുള്ള കുറെ വീട്ടിലെ മെറ്റലിന്റെ പാർട്സുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കത്തി, അതേപോലെ ജനൽ കമ്പികൾ, അങ്ങനെ കുറെ മെറ്റാലിക് പാർട്സുകൾ ഉണ്ടാവും. ഇപ്പൊ സോഫ സെറ്റുകൾ ആണെങ്കിൽ അവരുടെ കാല്, അതൊക്കെ മെറ്റൽ പാർട്സുകളാണ്. അപ്പൊ നമ്മുടെ വീട്ടിലുള്ള ഒരു മെറ്റൽ പാർട്ട് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. അതായത് കത്തിയാണെങ്കിൽ കത്തി, അല്ലെങ്കിൽ ജനൽ കമ്പിയാണെങ്കിൽ എളുപ്പമാക്കി ജനൽ കമ്പികളാണെന്ന് വിചാരിക്കുക. ഞാനിവിടെ ഒരു താക്കോലാണ് എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് കാണിച്ചത്. മക്കളെ, ഈ മെറ്റലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെറ്റലിന്റെ ഉള്ളില് ഫ്രീ ആയിട്ട് എവിടേക്ക് വേണമെങ്കിലും മൂവ് ചെയ്യാൻ, സഞ്ചരിക്കാൻ സാധ്യമാകുന്ന ഇലക്ട്രോണുകൾ വളരെയധികം കാണപ്പെടുന്നതാണ് ഒരു മെറ്റൽ. സോ മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ഫ്രീ ഇലക്ട്രോണുകൾ വളരെയധികം നമുക്ക് കാണാൻ പറ്റും. എന്താ മക്കളെ ഫ്രീ ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ? ഫ്രീ ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ എവിടേക്ക് വേണമെങ്കിലും സ്വതന്ത്രമായിട്ട് മൂവ് ചെയ്യാൻ കഴിവുള്ള ഇലക്ട്രോണുകൾ കുറെ അധികം ഉള്ള ആൾക്കാരെ നമ്മൾ മെറ്റൽ എന്ന് വിളിക്കുക. അബൻഡൻസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്, ഇംഗ്ലീഷ് അങ്ങനെ പറയാം. അബൻഡൻസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഇൻ മെറ്റൽ, അല്ലെങ്കിൽ ഓഷ്യൻ ഓഫ് ഫ്രീ ഇലക്ട്രോൺ. ഫ്രീ ഇലക്ട്രോണുകളുടെ ഒരു കടൽ തന്നെ നമ്മുടെ മെറ്റലിന്റെ ഉള്ളിലുണ്ട്. അല്ലെങ്കിൽ ഫ്രീ ഇലക്ട്രോണുകളുടെ ഒരു വളരെ വലിയ നമ്പർ നമുക്ക് എന്ത് കാണാൻ പറ്റും മക്കളെ? ഈ മെറ്റലിന്റെ ഉള്ളിൽ കാണാൻ പറ്റും. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ താക്കോൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നു മക്കളെ. ഈ താക്കോൽ ഒരു മെറ്റലാണ്. ഈ മെറ്റലിനുള്ളിൽ ഫ്രീ ഇലക്ട്രോൺസുകളുടെ ഒരു കടൽ തന്നെയുണ്ട്. അതായത് അത്രയും അധികം മക്കളെ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്.
കോടിക്കണക്കിന് ഫ്രീ ഇലക്ട്രോൺസ് ഇവിടെ ഈ താക്കോലിന്റെ ഉള്ളിൽ കാണപ്പെടുന്നു. ഓക്കെ, അപ്പൊ അതിന് സംശയമില്ല മക്കളെ. അപ്പൊ നിങ്ങളുടെ വീട്ടിലുള്ള ജനൽ കമ്പികളിൽ കോടിക്കണക്കിന് ഫ്രീ ഇലക്ട്രോൺസ് കാണും. ഓക്കെ, നമുക്ക് അടുത്തേക്ക് പോവാം മക്കളെ. ഈ ഇലക്ട്രോൺസ് ഒക്കെ ഇപ്പൊ ഈ താക്കോലിന്റെ ഉള്ളിലുള്ള ഇലക്ട്രോൺസ്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ജനൽ കമ്പികളിലെ ഉള്ളിലുള്ള ഇലക്ട്രോൺസ്, അല്ലെങ്കിൽ കത്തിയുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കത്തിയിലുള്ള ഇലക്ട്രോൺസ് വെറുതെ ഇരിക്കുകയാണോ അതോ മൂവ് ചെയ്യുകയാണോ? അതാണ് എന്റെ അടുത്ത ക്വസ്റ്റ്യൻ മക്കൾ. അത് വെറുതെ ഇരിക്കുകയാണോ മൂവ് ചെയ്യുകയാണോ? അപ്പൊ നമ്മൾ പറയും മക്കളെ നോക്കൂ, ഈ താക്കോലിനുള്ളിലുള്ള ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജനൽ കമ്പികളിലുള്ള ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? അപ്പൊ അങ്ങനെ ഒരു സംശയം വരും, മൂവ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ആൻസർ നമ്മുടെ ഫിസിക്സുകാരെ പറയുന്നത് ഇതിന്റെ ഉള്ളിലുള്ള ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിനുള്ള ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫിസിക്സിന്റെ ക്ലാസ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് പഠിപ്പിക്കും. അപ്പോ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിരിക്കുക മക്കളെ. നിങ്ങളുടെ പല ധാരണകളും, നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും തെറ്റാണെന്ന് തെളിയപ്പെടാൻ പോവുകയാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ. അപ്പൊ ഈ താക്കോലിന്റെ ഉള്ളിലുള്ള ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ടോ, സഞ്ചരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും സഞ്ചരിക്കുന്നുണ്ട്. നിങ്ങളുടെ ജനൽ കമ്പികളുള്ള ഇലക്ട്രോൺസ് സഞ്ചരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും നിങ്ങളുടെ ജനൽ കമ്പികളുള്ള ഇലക്ട്രോൺസ് സഞ്ചരിക്കുന്നുണ്ട്. അപ്പോ നിങ്ങൾ ചോദിക്കാം, അങ്ങനെ ഇലക്ട്രോൺസ് സഞ്ചരിക്കുകയാണെങ്കിൽ അവിടെ കറണ്ട് ഉണ്ടാവില്ലേ? അങ്ങനെ കറണ്ട് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ജനൽ കമ്പിയുമ തൊട്ട് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കില്ലേ എന്നൊരു ചോദ്യം വരും. അല്ലെങ്കിൽ ഈ താക്കോലിന്റെ ഉള്ളിൽ ഇലക്ട്രോൺസ് സഞ്ചരിക്കുന്നുണ്ട്, അങ്ങനെ ഈ താക്കോലിന്റെ ഉള്ളിൽ കൂടെ ഇലക്ട്രോൺസ് സഞ്ചരിക്കുമ്പോൾ ഈ താക്കോലിന്റെ ഉള്ളിൽ കറണ്ട് ഉണ്ടാവില്ലേ? അപ്പൊ നമ്മൾ ഈ താക്കോലിനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് അടിക്കില്ലേ? പക്ഷെ ശരിക്കും അടിക്കുന്നുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് മക്കളെ, നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി കേൾക്കാം. അതായത് നിങ്ങളുടെ വീട്ടിലുള്ള ജനൽ കമ്പികളായാലും നിങ്ങളുടെ വീട്ടിലുള്ള കത്തിയായാലും ഞാൻ പിടിച്ചിരിക്കുന്ന താക്കോലായാലും അതിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവിടെ കറണ്ട് ഇല്ല. അപ്പൊ കുറെ ആൾക്കാർ ചോദിക്കും, അതെങ്ങനെ ശരിയാവാ? ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോൾ കറണ്ട് ഉണ്ടാവില്ലേ? അപ്പൊ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇതിനുള്ളിൽ കറണ്ട് ഉണ്ടാവില്ലേ? ഇപ്പൊ സാർ എന്താ പറഞ്ഞേ ഇതിൽ കൂടെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇവിടെ കറണ്ട് ഇല്ല. അപ്പൊ അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ കുറെ അധികം വന്നുകൊണ്ടിരിക്കും മക്കളെ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് വളരെയധികം മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇനി നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കാം. അപ്പോ ഈ താക്കോലിന്റെ ഉള്ളിലുള്ള ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിലെ ജനൽ കമ്പികളിലുള്ള ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ട്. അവർക്ക് ആ മൂവ് ചെയ്യാൻ, സഞ്ചരിക്കാനുള്ള എനർജി എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുറ്റുപാടിൽ നിന്ന്, സറൗണ്ടിങ്സിൽ നിന്ന് കിട്ടി. അപ്പൊ കുറെ പേര് ചോദിക്കും, സറൗണ്ടിങ്സിൽ നിന്ന് അങ്ങനെ എനർജി കിട്ടുമോ? കിട്ടും. സറൗണ്ടിങ്സില് ഇഷ്ടം പോലെ എനർജി ഉണ്ട് മക്കളെ, വളരെയധികം എനർജി ഉണ്ട്. ആ എനർജി ഒക്കെ കിട്ടുക ചെയ്യും. ഈ മെറ്റലിന് കിട്ടും, കത്തിക്ക് കിട്ടും, ഈ താക്കോല് കിട്ടും, നമുക്ക് കിട്ടും. കാരണം സറൗണ്ടിങ്സിൽ ടെമ്പറേച്ചർ ഉണ്ട്, ഇല്ലേ? നമുക്കറിയാം 30 ഡിഗ്രി സെൽഷ്യസ്, 35 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ടെമ്പറേച്ചർ പറയാറുണ്ട്. അപ്പോ സറൗണ്ടിങ്സിലുള്ള ചൂട്, ഹീറ്റ്, കേട്ടോ, സറൗണ്ടിങ്സിൽ ചൂടുണ്ട് അല്ലെ, നമ്മുടെ ചുറ്റുപാടും ചൂടുണ്ട് മക്കളെ. ആ ചൂടിൽ നിന്ന്, ആ ഹീറ്റിൽ നിന്ന്, ആ ഹീറ്റ് എനർജിയാണ് ആർക്ക് കിട്ടുന്നത് മക്കളെ? ഈ മെറ്റലിന്റെ ഉള്ളിൽ കിടക്കുന്ന ഇലക്ട്രോൺസിന് കിട്ടുന്നത്. അപ്പോ ചുറ്റുപാടുമുള്ള ഹീറ്റിൽ നിന്ന് ഇലക്ട്രോൺസിന് എനർജി ലഭിക്കുന്നു. ആ എനർജി ഉപയോഗിച്ച് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നു. സംശയമുണ്ടോ? ആ എനർജി ഉപയോഗിച്ച് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നു. അപ്പോ ഇതിനുള്ളിൽ ഈ താക്കോലിലുള്ള ഇലക്ട്രോൺസ് മൂവ് ചെയ്യാൻ എനർജി എവിടെ നിന്ന് കിട്ടുന്ന മക്കളെ? ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്നു അല്ലെ. നിങ്ങളുടെ വീട്ടിലുള്ള ജനൽ കമ്പികളുള്ള ഇലക്ട്രോൺസ് മൂവ് ചെയ്യാൻ എനർജി എവിടെ നിന്ന് കിട്ടുന്ന മക്കളെ? ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്നു. അപ്പൊ ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്ന എനർജി വെച്ച് ചുറ്റുപാടിൽ നിന്ന് ഏതിൽ നിന്ന്? ഹീറ്റിൽ നിന്ന്, താപത്തിൽ നിന്ന് എനർജി വാങ്ങിച്ചിട്ടാണ് ഇവർ എന്ത് ചെയ്യണം മക്കളെ? മൂവ് ചെയ്യണത്. സംശയമില്ലല്ലോ. അപ്പൊ ഇവര് മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവരുടെ മൂവ്മെന്റിന്റെ ഒരു പ്രത്യേകതയുണ്ട് മക്കളെ. ഞാൻ ഈ താക്കോൽ കഷ്ണം പറയുന്നത്, നിങ്ങൾ ജനൽ കമ്പി വിചാരിച്ചോ, നിങ്ങളുടെ വീട്ടിലെ ജനൽ കമ്പികൾ അല്ലെങ്കിൽ എന്റെ ഈ താക്കോൽ ഞാനൊരു മെറ്റൽ വരച്ചു കഴിഞ്ഞാൽ, ഇതാണ് താക്കോൽ എന്ന് വിചാരിക്കാം മക്കളെ, ഇതാണ് താക്കോൽ എന്ന് വിചാരിക്കാം. അത് വരച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എന്താ പറഞ്ഞ, അതിന്റെ ഉള്ളില് നിറച്ചതുണ്ട് ഫ്രീ ഇലക്ട്രോൺസ് അല്ലെ. ഈ ഡോട്ടിലാണ് അതിന്റെ ഫ്രീ ഇലക്ട്രോൺസ് ആണ്. അവരൊക്കെ എന്ത് ചെയ്യുന്ന മക്കളെ? മൂവ്
ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞു അല്ലെ. അവരെ മൂവ് ചെയ്യുന്നുണ്ട്. അവരെ മൂവ് ചെയ്യാനുള്ള എനർജി എവിടെ നിന്ന് കിട്ടുന്നത് മക്കളെ? എനർജി എവിടെ നിന്ന് കിട്ടുന്നത്? ചുറ്റുപാടിൽ നിന്നുള്ള ടെമ്പറേച്ചറിൽ നിന്ന് അല്ലെങ്കിൽ താപത്തിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? എനർജി കിട്ടുന്നത്. അങ്ങനെ ഇവര് മൂവ് ചെയ്യുമ്പോ ഇവരുടെ ഈ മൂവ്മെന്റിന്, സഞ്ചാരത്തിന് യാതൊരുവിധ ഡയറക്ഷനും ഇല്ല. അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവർ എന്ത് ചെയ്യാം മക്കളെ? മൂവ് ചെയ്യാം. അവരങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അവര് കുറെ ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, കുറെ ഇലക്ട്രോൺസ് അങ്ങനെ അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അവർ കൂട്ടിടിക്കുമ്പോ അവർ ദിശ മാറും, ഡയറക്ഷൻ മാറും. ഡയറക്ഷൻ മാറി വീണ്ടും മൂവ് ചെയ്യും, വീണ്ടും കൂട്ടിടിക്കും, ഡയറക്ഷൻ മാറും. ഈ മൂവ് ചെയ്യുക, കൂട്ടിടിക്കുക, ഡയറക്ഷൻ മാറും, മൂവ് ചെയ്യുക, കൂട്ടിടിക്കുക, ഡയറക്ഷൻ മാറും. ഇവരെങ്ങനെ എന്ത് ചെയ്യാം? അപ്പൊ ഒരു മെറ്റലിന്റെ ഉള്ളിലുള്ള എല്ലാ ഇലക്ട്രോൺസും മൂവ് ചെയ്യുക, ഡയറക്ഷൻ മാറാം, കൂട്ടിടിക്കുക, ഡയറക്ഷൻ മാറാം, കൂട്ടിടിക്കുക, ഡയറക്ഷൻ മാറാം. ഇങ്ങനെയാണ് നടക്കുന്നത്. അപ്പോ നമ്മൾ പറയുമ്പോ ഈ ഇലക്ട്രോൺസിനൊക്കെ ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം അവരുടെ ഡയറക്ഷൻ മാറിക്കൊണ്ടേ ഇരിക്കുന്നു. എങ്ങനെ മാറണേ? കൂട്ടിടിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ നോക്കുമ്പോ മക്കളെ ഇവിടുന്ന് അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? പല ഡയറക്ഷനിലോട്ടാണ് മക്കളെ ഇലക്ട്രോൺസിന്റെ ഡയറക്ഷൻ. ഞാനിവിടെ ആരോ മാർക്ക് ഇടുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. പല ഡയറക്ഷനിലോട്ടാണ് സാധാരണ മാർക്ക് ഇട്ട് വെച്ചേക്കണേ. മാസ്റ്റർ ആരോ മാർക്ക് ഇടുന്ന നോക്കുമ്പോഴൊക്കെ പല ഡയറക്ഷനിലോട്ടാണ്. അപ്പൊ ഇലക്ട്രോൺസ് ഇതിന്റെ ഉള്ളിൽ കിടന്ന് പല ഡയറക്ഷനിലോട്ടാണ് മക്കൾ എന്ത് ചെയ്യണേ? മൂവ് ചെയ്യുന്നത്. കാണുന്നില്ലേ? ഓക്കെ. നമ്മള് ഇത് ഞാൻ പറഞ്ഞു താക്കോലാന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് ചാനൽ കമ്പിയാന്ന് വിചാരിച്ചോ. നമ്മള് ഇതിനുള്ളിൽ കൂടെ എന്ത് കൺസിഡർ ചെയ്യാം? ഒരു പ്രതലം, ഒരു സർഫസ് കൺസിഡർ ചെയ്യാം. ഒരു പ്ലെയിൻ എന്ന് പറയാം നമ്മളതിനെ. ഒരു സർഫസ് കൺസിഡർ ചെയ്യാം മക്കളെ. അതായത് ഈ സർഫസ് ഈ താക്കോലിനെ 2 കഷ്ണങ്ങളാക്കിയിട്ട് മുറിക്കാന്ന് വിചാരിക്കും. ഓക്കെ. നമ്മൾ ഈ താക്കോല് നമ്മൾ എന്ത് ചെയ്തു? ഒരു പ്രതലം വെച്ച് നമ്മൾ കട്ട് ചെയ്ത് വിചാരിക്കുക. അതായത് 2 കഷ്ണമാക്കി, അത്രേ ഉള്ളൂ. നിങ്ങൾ ഒരു വര എന്ന് വിചാരിച്ചോ കുഴപ്പമില്ല. ഒരു വര വെച്ച് ഞാൻ എന്ത് ചെയ്തു? ആ താക്കോലിനെ 2 കഷ്ണങ്ങളാക്കി. അപ്പൊ മക്കൾ എന്താണ്? ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇലക്ട്രോൺസ് ചിലപ്പോ ഈ വരകളുടെ അപ്പുറത്തേക്കും അല്ലെ? ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇലക്ട്രോൺസ് ഈ വരകളുടെ അപ്പുറത്തേക്കും, റൈറ്റ് സൈഡിൽ നിന്ന് അതേപോലെ ഇലക്ട്രോൺസ് വരകളുടെ ഇങ്ങോട്ടും. കാരണം ഇവര് തമ്മിലൊരു ഡയറക്ഷൻ ഉണ്ടോ മക്കളെ? ഇല്ല. അപ്പൊ ഒരു തമ്മിൽ ഡയറക്ഷൻ ഇല്ലാതുകൊണ്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യണ്ടോ? ശരിയാണല്ലോ. അപ്പോ ലെഫ്റ്റ് സൈഡിൽ നിന്ന് കുറച്ച് ഇലക്ട്രോൺസ് റൈറ്റ് സൈഡിലേക്ക് പോകും മക്കളെ. റൈറ്റ് സൈഡിൽ നിന്ന് കുറച്ച് ഇലക്ട്രോൺസ് ലെഫ്റ്റ് സൈഡിലേക്ക് വരും. ഓക്കെ. അപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞ മക്കളെ, ഒരു 10 ഇലക്ട്രോൺ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നു. അതേപോലെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എന്ത് വരും മക്കളെ? 10 ഇലക്ട്രോൺസ് വരും. കാരണം ഇവർ തമ്മിൽ യാതൊരുവിധ ഡയറക്ഷനൊന്നും ഇല്ല, തോന്നിയ പോലെയാണ് മൂവ് ചെയ്യണേ. അങ്ങനെ തോന്നിയ പോലെയാണ് മൂവ് ചെയ്യണ കാരണം കൊണ്ട് 10 ഇലക്ട്രോൺസ് ഇവിടുന്ന് അങ്ങോട്ട് കിടന്നു കഴിഞ്ഞാൽ അവിടുന്ന് 10 ഇലക്ട്രോൺസ് കിടന്നു. അപ്പോ ഏതെങ്കിലും ഒരു കഷ്ണത്തിൽ നിന്ന് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു പോയോ? ശരിക്കും മക്കളെ നിങ്ങൾ ആലോചിക്കുക. ഇലക്ട്രോൺ എണ്ണത്തിൽ വല്ല കുറവ് സംഭവിച്ചോ? ഇല്ലല്ലോ. ഇവിടുന്ന് 10 ഇലക്ട്രോൺസ് ഇപ്പുറത്തേക്ക് പോയപ്പോ അപ്പുറത്തെ സൈഡിൽ നിന്ന് 10 ഇലക്ട്രോൺസ് ഇങ്ങോട്ട് പോകും. ഇവിടുന്ന് 5 ഇലക്ട്രോൺസ് ഇങ്ങോട്ട് പോകണമെങ്കിൽ അവിടുന്ന് 5 ഇലക്ട്രോൺ കൊണ്ടുവരും. അപ്പൊ എന്താ മക്കളെ? ഈ പോയതൊക്കെ അവിടെ നിങ്ങൾ തിരിച്ചു വരും അല്ലെ? ഇവിടുന്ന് അങ്ങോട്ട് പോയതൊക്കെ അതേ എമൗണ്ടില്, അതേ എണ്ണത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ ഇവിടുന്ന് എത്രയാണോ പോയത് അതേ ഇലക്ട്രോൺസ് തിരിച്ചു വരുന്ന കാരണം കൊണ്ട് നെറ്റായിട്ട്, ടോട്ടലായിട്ട്, ആകെ തുകയായിട്ട് ഏതെങ്കിലും ഒരു ഇലക്ട്രോൺ ഇവിടുന്ന് അങ്ങോട്ട് പോയി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ മക്കളെ? പറയാൻ പറ്റും. 10 ഇലക്ട്രോൺസ് പോയി, വേറെ 10 ഇലക്ട്രോൺസ് ഇവിടെ വന്നു. ഇല്ലെങ്കിൽ ഇവിടുന്ന് ഒരു 100 ഇലക്ട്രോൺസ് ഇവിടുന്ന് അപ്പുറ സൈഡിലേക്ക് പോയി, ഒരു സെക്ഷൻ വഴി അപ്പുറ സൈഡിലേക്ക്, ഒരു വരയിലൂടെ അപ്പുറത്തേക്ക് പോയി, വരയുടെ അപ്പുറത്തേക്ക് പോയി, ആ വരയുടെ അപ്പുറത്തുനിന്ന് 100 ഇലക്ട്രോൺസ് ഇവിടെ വന്നു. അപ്പൊ ഇവിടുന്ന് എത്ര എണ്ണാണോ പോണേ അവിടുന്ന് അതേപോലെ അതേ എണ്ണങ്ങൾ തിരിച്ച് കേറുന്ന കാരണം കൊണ്ട് നെറ്റ് ഇഫക്റ്റ് എടുക്കുമ്പോ, ടോട്ടൽ എടുക്കുമ്പോ, ഞാൻ പറഞ്ഞ വാക്കുകളൊക്കെ ശ്രദ്ധിച്ചോ മക്കളെ, ടോട്ടൽ എടുക്കുമ്പോ ചാർജ് ഫ്ലോ ചെയ്യുന്നുണ്ടാ, ഇലക്ട്രോൺസ് ആണ് ഫ്ലോ ചെയ്യുന്നുണ്ടാ, ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ട്, അങ്ങോട്ട് പോകുന്നുണ്ട് മക്കളെ. ഇപ്പൊ 10 ഇലക്ട്രോൺ അങ്ങോട്ട് പോകുന്നുണ്ട്, പക്ഷെ അതേ 10 ഇലക്ട്രോൺ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ടോട്ടൽ ഇഫക്റ്റ് നോക്കുമ്പോ എന്താ? ആ ലെഫ്റ്റ് സൈഡിന് വല്ല ഇലക്ട്രോണുകൾ നഷ്ടപ്പെട്ടോ? റൈറ്റ് സൈഡിന് പോലെ ഇലക്ട്രോൺ കിട്ടിയോ? ഇല്ലല്ലോ. ഒന്നും ഉണ്ടായിട്ടില്ല, യാതൊരുവിധ മാറ്റവും ഉണ്ടായിട്ടില്ല. അത് കാരണം കൊണ്ട് അവിടെ മക്കളെ കറണ്ട് ഇല്ല. അപ്പോ ഈ താക്കോലുമേ നിങ്ങൾക്ക് കറണ്ട് കാണാൻ പറ്റില്ല. നിങ്ങളുടെ ജനൽ കമ്പികളിൽ നിങ്ങൾക്ക് കറണ്ട് കാണാൻ പറ്റില്ല. വീട്ടിൽ ഉപയോഗിക്കുന്ന കത്തിയില് നിങ്ങൾക്ക് കറണ്ട് കാണാൻ പറ്റില്ല. കാരണം കത്തിയില്, താക്കോലില്, ഈ ജനൽ കമ്പികളിൽ ഇലക്ട്രോൺസ് ഉണ്ട് മക്കളെ. ആ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ട് മക്കളെ, റെസ്റ്റിലല്ല, അവർ മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ മൂവ്മെന്റ് ഡയറക്ഷൻ ഒന്നും ഇല്ലാതെ തോന്നിയ പോലെയാണ്. അത് കാരണം കൊണ്ട് നമ്മൾ ഒരു വര വരയ്ക്കുകയാണെങ്കിൽ
ആ വരയ്ക്ക് ഒരു സൈഡിൽ നിന്ന് വരയുടെ അപ്പുറത്തെ സൈഡിലേക്ക് പോകുന്ന ഇലക്ട്രോണിന്റെ എണ്ണം, അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തേക്ക് വരുന്ന ഇലക്ട്രോണിന്റെ എണ്ണം തുല്യമായ കാരണം കൊണ്ട് ടോട്ടലായിട്ട് ഒരു ചാർജ് പോലും, ഒരു തരി ഇലക്ട്രോൺ പോലും എന്ത് ചെയ്തിട്ടില്ല, അവിടെ ട്രാൻസ്ഫർ നടന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അത് കാരണം കൊണ്ട് മക്കൾ അവിടെ കറണ്ട് ഇല്ല. ഈ താക്കോലുമ എനിക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഷോക്ക് അടിക്കില്ല. നിങ്ങൾ ജനൽ കമ്പി പോയി പിടിച്ചോ ഷോക്ക് അടിക്കില്ല. നിങ്ങൾ വീട്ടിലെ കത്തി പിടിച്ചോ ഷോക്ക് അടിക്കില്ല. നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ സ്കൂളിലോ ക്ലാസ്സിലോ എവിടെ നിങ്ങളുടെ റൂമിലോ ഉള്ള ഏത് മെറ്റൽ പാർട്ടിൽ പിടിച്ചാൽ, ഏത് ലോഹ കഷ്ടത്തുമ്പോ പിടിച്ചാലും നിങ്ങൾക്ക് ഷോക്ക് അടിക്കില്ല. എന്ന് പറഞ്ഞാൽ അവിടെ മക്കളെ കറണ്ട് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നില്ല എന്നല്ല. ഞാൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത് റാൻഡം ഓർഡറിലാണ്. അതായത് യാതൊരുവിധ ഡയറക്ഷനും ഇല്ലാതെയാണ്. ഇതൊന്നും പഠിക്കാനുള്ള മക്കളെ മനസ്സിലാക്കി വെക്കാനാ പറഞ്ഞത്. അല്ല ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നല്ല പറഞ്ഞത്. ഇത് മനസ്സിലാക്കി വെക്കാം. അതായത് എനിക്ക് അങ്ങനെ കുറച്ച് നിർബന്ധങ്ങളുണ്ട്. നമ്മൾ പഠിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് പഠിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എനിക്ക് നിങ്ങൾക്ക് കറണ്ട് ഈക്വൽ ടു ചാർജ് ബൈ ടൈം എന്നൊക്കെ എഴുതി വെച്ച് പോവാം. പക്ഷെ നിങ്ങൾ ഒരു കാലത്തിലേക്ക് മറ്റൊരു കാലത്ത് നിങ്ങൾ എന്ത് ചെയ്യും, തിരിച്ചറിയും നമ്മൾ പഠിച്ചൊക്കെ തെറ്റായത്. അപ്പോ ആ ഒരു നിർബന്ധമുള്ള മാഷ് പറഞ്ഞു തന്നെ ഇതൊന്നും പരീക്ഷയിൽ ചോദിക്കില്ല. ഞാനിവിടെ നോട്ട് എഴുതി വെക്കാനും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ഇത് മനസ്സിലാക്കി വെക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി ഏതൊരു മെറ്റൽ പീസ് കാണുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, കറണ്ട് ഇല്ല എന്ന് പറയണം. അവിടെ കറണ്ട് ഇല്ല, പക്ഷെ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോ കുറെ ആൾക്കാർ നിങ്ങളോട് ചോദിക്കും, അതെന്താണ് മോനെ അങ്ങനെ, അതെന്താ മക്കളെ അങ്ങനെ, ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നുണ്ട് പക്ഷെ കറണ്ട് ഇല്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെ ഒരു വര വരച്ച് പറഞ്ഞു ഇവിടുന്ന് എത്ര ഇലക്ട്രോൺസ് ആണ് അതിലേക്ക് പോണേ, അതേ ഇലക്ട്രോൺസ് ഇവിടുന്ന് ഇങ്ങോട്ട് വരും. കാരണം ഡയറക്ഷൻ ആകും, ഒരു പ്രത്യേക ദിശയിലേക്ക് അവർ പോകണം, തോന്നിയ ദിശയിലേക്ക് പോകണം. അപ്പൊ ഇവിടുത്തെ എത്ര ഇലക്ട്രോൺസ് നമ്മൾ പോണേ, അവിടുത്തെ അതേപോലെ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് വരും. അപ്പൊ ടോട്ടലായി നോക്കുമ്പോൾ ഇലക്ട്രോണുകൾക്ക് ട്രാൻസ്ഫർ നടന്നിട്ടുണ്ടോ ഇല്ല. അത് കാരണം കൊണ്ട് കറണ്ട് ഇല്ല. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബുദ്ധിമുട്ടില്ലല്ലോ മക്കളെ. അപ്പോ നിങ്ങൾ മനസ്സിലാക്കണം, വെറുതെ ഒരു മെറ്റൽ പീസ് എടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നുണ്ട് പക്ഷെ കറണ്ട് ഇല്ല. ഇനി കറണ്ട് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യാറ് ഒന്ന് ആലോചിക്ക്. നമ്മളൊരു മെറ്റൽ പീസിൽ കറണ്ട് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യാറ് മക്കളെ? ഞാൻ ഈ ഫിഗർ മാറ്റാണ്, നിങ്ങളൊന്നും എഴുതിയിരിക്കണ്ട. നമ്മള് കറണ്ട് ഉണ്ടാക്കാൻ വേണ്ടി എന്താ ചെയ്യാറ് മക്കളെ? ഒരു മെറ്റൽ പീസ് എടുത്തിട്ട് നമ്മൾ ഈ മെറ്റൽ പീസിന് ഒരു വയർ വെച്ചിട്ട് ഒരു സെല്ലിലേക്ക് കണക്ട് ചെയ്യും. ബാറ്ററി എന്ന് പറയുന്നത് നിങ്ങൾ ഇതിന് നമ്മൾ സെല്ല് എന്നാണ് പറയുന്നത്. സെൽ, ഒരു സെല്ലിലേക്ക് നമ്മൾ കണക്ട് ചെയ്യും. അപ്പോ ഒരു സെല്ലിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ കറണ്ട് ഉണ്ടാവും. ബാറ്ററിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് ഉണ്ടാവും ഉറപ്പാണ് അല്ലെ? ഒരു സെല്ല് കണക്ട് ചെയ്താൽ കറണ്ട് ഉണ്ടാവും. നമ്മൾ ബൾബ് കത്തിക്കാറുണ്ട് അല്ലെ? അപ്പൊ നമ്മളൊരു ബൾബ് ഇങ്ങനെ വെച്ചിട്ട് നമ്മളൊരു സെല്ലിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു ബാറ്ററിയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ബൾബ് കത്തും എന്ന് പറഞ്ഞാൽ അർത്ഥം മക്കളെ, അതുവഴി കറണ്ട് ഫ്ലോ ചെയ്യുന്നു. അപ്പൊ കറണ്ട് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ വെച്ചതാണ് ആരാണ്? സെല്ലാണ് കേട്ടാ. ഒറ്റയ്ക്കുണ്ടെങ്കിൽ നമ്മൾ സെല്ല് വിളിക്കുക. ഈ സെല്ലും ബാറ്ററിയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കും. നമ്മളിപ്പോ കടയിൽ പോയിട്ട് നമ്മൾ ബാറ്ററി എന്ന് ചോദിക്കുന്നത് തെറ്റാണ്. സെല്ല് എന്നാണ് ചോദിക്കുന്നത്. നിങ്ങളൊരു റിമോട്ട് ഉണ്ടോ? നമ്മുടെ വീട്ടിലെ റിമോട്ട്, മക്കളെ റിമോട്ട് നമ്മൾ ഉരുക്കഴിഞ്ഞാൽ അതിനുള്ളിൽ 2 സെല്ലുകൾ ഉണ്ടാവും. ഓക്കെ, നമ്മൾ ഈ 10 രൂപ അല്ലെങ്കിൽ 12 രൂപയ്ക്ക് നമുക്ക് വാങ്ങിക്കുന്ന ആ ഒരു കുറ്റി, അതിനെ നമ്മൾ സെല്ല് എന്നാണ് വിളിക്കുക. ആ 2 സെല്ലുകൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? റിമോട്ടിൽ ജോയിൻ ചെയ്തിടുമ്പോൾ അത് ബാറ്ററി. ഒന്നിലധികം സെല്ലുകളുടെ ജോയിനിങ് ആണ് നമ്മൾ ബാറ്ററി എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ മക്കളെ? ഒരു സെല്ല്, ഇതൊരു സെല്ലാണ്. ഇനി ഇത് സെല്ല് അപ്പുറത്ത് വേറെ സെല്ല് കൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബാറ്ററി. ഇപ്പൊ നമ്മൾ ഇതിന് നമുക്ക് ബാറ്ററി എന്ന് വിളിക്കാം. അതാണ് വ്യത്യാസം, ബാറ്ററി. അപ്പൊ നമുക്ക് ബാറ്ററിയും സെല്ലും നമ്മളുടെ വ്യത്യാസം മനസ്സിലാക്കാം. ഒരാളുണ്ടെങ്കിൽ സെല്ല് എന്ന് വിളിക്കാം, ഒറ്റ ആളുണ്ടെങ്കിൽ കേട്ടോ. നമ്മൾ 10 രൂപയ്ക്ക് വാങ്ങിക്കണം ആ സെല്ല് ഒരെണ്ണമുള്ളൂ. നമ്മൾ ഒരു 40 രൂപയ്ക്ക് 4 വാങ്ങിച്ചു കഴിഞ്ഞാൽ 4 കണക്ട് ചെയ്തു വിചാരിക്കാം. 4 കണക്ട് ചെയ്തു. അപ്പൊ അതെന്തായി മക്കളെ? ബാറ്ററി. അപ്പൊ അതിന് നമ്മൾ സെല്ല് എന്ന് പറയുന്നത്. അപ്പൊ ഒരാളുണ്ടെങ്കിൽ നമുക്ക് സെല്ല് എന്ന് വിളിക്കാം. ഒന്നിലധികം ആൾക്കാർ ജോയിൻ ചെയ്ത് വരികയാണെങ്കിൽ നമ്മൾ ബാറ്ററി എന്ന് വിളിക്കും. അപ്പൊ നമ്മൾ സെല്ല് കണക്ട് ചെയ്യും. ഒരു മെറ്റൽ പീസിന് നമ്മൾ സെല്ല് കണക്ട് ചെയ്യും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു മക്കളെ ഇതിലൂടെ നിറച്ചതുണ്ട് മക്കളെ, ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ? ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഇത് നോക്കൂ, ഇവിടെ സെല്ലിന് കണ്ട ചെറിയ വര, മക്കളെ ചെറിയ വര നെഗറ്റീവ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വലിയ വര എന്താണെന്ന് അറിയാം മക്കളെ? പോസിറ്റീവ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പൊ ചെറിയ വര നെഗറ്റീവ്, വലിയ വര പോസിറ്റീവ്. ഡൗട്ടില്ലല്ലോ.
ഇവിടെ ഈ ഡോട്ടിന്റെ ആരൊക്കെ മക്കളെ ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺ ഞാൻ ഇലക്ട്രോണെ ഈ വെച്ച സാധനം റെപ്രസെന്റ് ചെയ്യാം. മാഷ ഇലക്ട്രോണെ ഈ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു ശ്രദ്ധിക്കുക. ഇലക്ട്രോണെ ഈ വെച്ച നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. അതറിയാത്തവരുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല കേട്ടോ. അതറിയാത്തവരുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ഉള്ള ചാർജ് ഉള്ള ഇലക്ട്രോൺസ് മക്കളെ നോക്കി, ഇവിടെ നെഗറ്റീവ് അല്ല, ഇവിടെ എന്താ മക്കളെ പോസിറ്റീവ് ആണ്. അപ്പൊ ഈ വലിയവരെന്താ മക്കളെ പോസിറ്റീവ് ആണ്, ഈ ചെറിയവരെന്താ മക്കളെ നെഗറ്റീവ് ആണ്. അപ്പോ ഈ നെഗറ്റീവ് ഇലക്ട്രോൺസ് എവിടേക്ക് അട്രാക്ട് ചെയ്യുന്ന നമ്മൾ പഠിച്ചാണ് മക്കളെ? പോസിറ്റീവിലേക്ക് അട്രാക്ട് ചെയ്യുന്ന പഠിച്ചാണ് അല്ലെ? നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ അട്രാക്ഷൻ ഉണ്ട്. അപ്പൊ നെഗറ്റീവ് ചാർജ് ഉള്ള ഈ ഡോട്ടിൽ ഇത് കാണിക്കുന്ന ഇലക്ട്രോൺസ് ഒക്കെ പോസിറ്റീവ് സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനൽ, പോസിറ്റീവ് ഇലക്ട്രോൺ, പോസിറ്റീവ് ഭാഗം എന്നൊക്കെ പറയാൻ നമ്മൾ പോസിറ്റീവ് ഭാഗത്തേക്ക് അട്രാക്ട് ചെയ്യുമെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ സെല്ല് കണക്ട് ചെയ്ത് എന്ത് സംഭവിക്കും മക്കളെ? ഇവിടെയൊക്കെയുള്ള ഇലക്ട്രോൺസ് എവിടേക്കുള്ള മൂവ്മെന്റ് ആരംഭിച്ചു കൊടുക്കും മക്കളെ? പോസിറ്റീവിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും കേട്ടോ. പോസിറ്റീവിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഇവിടെയുള്ള ഇലക്ട്രോൺസ് ഒക്കെ എന്തുകൊണ്ടാണ് നമ്മളെ പോസിറ്റീവ് മൂവ് ചെയ്യണേ? കാരണം ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. അപ്പൊ ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആയിട്ട് ഇലക്ട്രോൺസ് ഒക്കെ എവിടേക്ക് മൂവ് ചെയ്യണം മക്കളെ? പോസിറ്റീവിലേക്ക് മൂവ് ചെയ്യണം. അപ്പൊ ഈ സെല്ല് കണക്ട് ചെയ്യുമ്പോൾ സെല്ലിന്റെ പോസിറ്റീവിലേക്ക് ഇവിടുന്നുള്ള ഇലക്ട്രോൺസ് കണ്ടോ, ഞാൻ ഈ ആരം മാത്രം ശ്രദ്ധിക്കുക, ഈ കമ്പിയിൽ കൂടെ ഇലക്ട്രോൺസ് ഇങ്ങനെ ഫ്ലോ ചെയ്യും. എവിടെ ഫ്ലോ ചെയ്യും? താഴേക്ക് ഫ്ലോ ചെയ്യും. അതിനനുസരിച്ച് ഇലക്ട്രോൺസ് മക്കളെ എവിടെ നിന്ന് ഇറങ്ങി പോകും? നെഗറ്റീവിൽ നിന്ന് ഇങ്ങനെ ഇലക്ട്രോൺസ് ഇറങ്ങി പോകും. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുന്നത് ശ്രദ്ധിക്കാം. എന്താ സംഭവിക്കണേ? നമ്മള് ഈ ഒരു മെറ്റൽ പീസിനെ നമ്മൾ ഒരു സെല്ലിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലുള്ള മക്കളെ ഇലക്ട്രോൺസിന് സെല്ലിന്റെ പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് കാരണം കൊണ്ട് ഈ ഇലക്ട്രോൺസ് ഒക്കെ എവിടേക്ക് അട്രാക്റ്റഡ് ആവും മക്കളെ? പോസിറ്റീവിലേക്ക് അട്രാക്റ്റഡ് ആവും. അപ്പൊ ഈ ഇലക്ട്രോൺസ് ഒക്കെ എവിടേക്ക് വരാൻ തുടങ്ങും മക്കളെ? ഈ ഇതിൽ നിന്ന് ഇറങ്ങി എവിടേക്ക് വരാൻ തുടങ്ങും മക്കളെ? പോസിറ്റീവിലേക്ക് വരാൻ തുടങ്ങും. അതേസമയം നെഗറ്റീവ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യണം മക്കളെ? തിരിച്ച് ഇവിടേക്ക് കയറാൻ. ഓക്കെ, അപ്പോ ഇതാണ് ഒരു സെല്ല് കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് മെജോറിറ്റി കുറെ കുട്ടികൾ വിചാരിക്കും ഇലക്ട്രോൺസ് ഒക്കെ ഒരു ജാഥ വിളിച്ചിട്ട് എല്ലാവരും ഒരുമിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? പോസിറ്റീവ് ടെർമിനലിലേക്ക് ഇങ്ങനെ ജാഥ വിളിച്ച് വരി 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 വരിയായിട്ട് ഇങ്ങനെ നീങ്ങും എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ മക്കളെ അതും തെറ്റാണ്. അങ്ങനെ ജാഥ വിളിച്ചിട്ട് വരി വരിയായിട്ടൊന്നും ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നില്ല? പോസിറ്റീവിലേക്ക് നീങ്ങുന്നില്ല. അതിനെക്കുറിച്ച് നമുക്ക് ഇപ്പോ നിങ്ങൾക്ക് അത് പറഞ്ഞു തന്നെ ഞാൻ മനസ്സിലാവാനുള്ള പ്രായം നിങ്ങൾക്കായിട്ടില്ല. നിങ്ങൾ കൊച്ചുകുട്ടികളാണ്. അപ്പൊ അതുകൊണ്ട് മാഷ അത് പറയുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ, ഇതിങ്ങനെ ജാഥ വിളിച്ചിട്ടൊന്നും പോകില്ല. അപ്പൊ ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് ഇവിടെ നിന്നുള്ള ഇലക്ട്രോൺസ് ഒക്കെ ഇങ്ങനെ അട്രാക്ട് ചെയ്ത് വരും. മക്കളെ നെഗറ്റീവ് നിന്ന് മക്കളെ ഇലക്ട്രോൺസ് ഒക്കെ എന്ത് ചെയ്യുന്നത്? തിരിച്ച് ആ മെറ്റലിലേക്ക് പോകും. നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം മക്കളെ, ഈ സെല്ലിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെല്ല് എന്താണ്, ബാറ്ററി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുറെ കുട്ടികൾ പറയും ബാറ്ററി ചാർജ് കൊടുക്കുന്ന ഒരു സംഭവമാണെന്ന് പറയും. ചാർജ് കൊടുക്കാനുള്ള ഒരു ഉപകരണമാണ് ബാറ്ററി എന്ന് പറയുന്ന കുറെ കുട്ടികളുണ്ട്. ഇപ്പൊ നമ്മള് സിമ്പിൾ ആയിട്ട് പറയാറുണ്ട് മൊബൈലിന്റെ ചാർജ് തീർന്നു, അല്ലെങ്കിൽ നമ്മൾ റിമോട്ടിലെ ബാറ്ററിയുടെ ചാർജ് തീർന്നു എന്ന് പറയാറുണ്ട്. ഈ ചാർജ് കൊടുക്കുന്ന ഉപകരണമൊന്നുമല്ല സെല്ല്. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ധാരണ നമ്മൾ തെറ്റാണ്. നമ്മളിങ്ങനെ കുറെ തെറ്റും മക്കളെ ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ച് പഠിച്ചു പോവാ. ഫിസിക്സ് മനസ്സിലാക്കി പഠിക്കുക. ചാർജ് കൊടുക്കുന്ന ഉപകരണം ഒന്നല്ല സെല്ല് ചാർജ് ഒന്നല്ല കൊടുക്കണേ, വേറെ എന്തൊക്കെയോ കൊടുക്കണേ. അത് വേറെ എന്താണ് അത് നമുക്ക് പിന്നെ പറയാം. അപ്പൊ നിങ്ങൾ ഇപ്പൊ മനസ്സിലാക്കേണ്ടത് സെല്ല് ചാർജ് കൊടുക്കുന്ന ഉപകരണമല്ല. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞ സെല്ല് ചാർജ് കൊടുക്കില്ല. അപ്പൊ ബാറ്ററിയുടെ ചാർജ് തീർന്നു എന്നുള്ള പദം തന്നെ തെറ്റാണ്. അങ്ങനെ നമ്മൾ പറയാനേ പാടില്ല. ഫിസിക്സ് പഠിക്കുന്ന കുട്ടി അങ്ങനെ പറയാനേ പാടില്ല. ബാറ്ററിയുടെ ചാർജ് തീർന്നു എന്ന് പറയാൻ പാടില്ല. അപ്പൊ ബാറ്ററി അല്ലെങ്കിൽ ഒരു സെല്ലിന്റെ ഒരു പ്രത്യേകത ചാർജിനെ കൊടുക്കുന്നില്ല. ഓക്കെ, അതായത് നിങ്ങൾ ഇവിടെ ഈ ചിത്രത്തിൽ നിന്ന് കാണാം. ഇപ്പോ ഈ മെറ്റലിന്റെ ഉള്ളിലുള്ള ഈ ലോഹകൃഷ്ണം, ഞാൻ പറഞ്ഞല്ലോ ഇത് ലോഹമാണ്, മെറ്റലാണ്. മെറ്റലിന്റെ ഉള്ളിൽ ഒരു 50 ഇലക്ട്രോൺ ഉണ്ടെന്ന് വിചാരിക്കണം. 50 ഇലക്ട്രോൺ ഞാൻ നമ്പറുകൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാ മക്കളെ. അതിനുള്ളിൽ 50 ഇലക്ട്രോൺ ഉണ്ട്. ഈ 50 ഇലക്ട്രോൺസ് ഒക്കെ എവിടേക്ക് വരുന്നു മക്കളെ?
ഈ ബാറ്ററിയുടെ പോസിറ്റീവ് ഒന്ന് വിചാരിക്കാം അല്ലെ. എന്തുകൊണ്ടാണ് പോസിറ്റീവ് വരുന്നത്? ഇലക്ട്രോണിന്റെ ചാർജ് നമ്മളെ നെഗറ്റീവാണ്. അപ്പൊ നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺസ് എവിടേക്ക് അട്രാക്ട് ചെയ്ത് വരും മക്കളെ? പോസിറ്റീവ്. അപ്പൊ എത്ര ഇലക്ട്രോൺസ് പോസിറ്റീവ് വരുന്നു വിചാരിക്കാം മക്കളെ? 50 ഇലക്ട്രോൺസ് ഈ സെല്ലിന്റെ പോസിറ്റീവിലേക്ക് വരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കും കേട്ടോ. അപ്പൊ 50 ഇലക്ട്രോൺസിന് സെല്ലിന് കിട്ടി. മക്കളെ സെല്ലിന് ഒരിക്കലും ഇലക്ട്രോൺ വാങ്ങിച്ച് സംഭരിച്ചു വെക്കാനോ ഒന്നിനുള്ള കഴിവില്ല. അപ്പൊ 50 ഇലക്ട്രോൺസ് ഇവിടുന്ന് കിട്ടിക്കഴിഞ്ഞാൽ എവിടെ കിട്ടിയ ഈ മെറ്റലിന്റെ ഉള്ളിലുള്ള 50 ഇലക്ട്രോൺസ് കിട്ടി അല്ലെ. ആ 50 ഇലക്ട്രോൺസിനെ സെല്ല് എന്ത് ചെയ്യണം മക്കളെ? ഇവിടുന്ന് പുറത്താക്കും കേട്ടോ. ശ്രദ്ധിച്ചോ, നിങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ പുറത്താക്കി തിരിച്ചാക്കാൻ കൊടുക്കുന്നുണ്ട്. ഈ മെറ്റൽ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആർക്കും നഷ്ടം സംഭവിച്ചിട്ടില്ല. കറക്റ്റ് സംഭവം. ആർക്കും നഷ്ടം സംഭവിച്ചിട്ടില്ല. സെല്ലിലേക്ക് എത്ര ഇലക്ട്രോൺസ് വരുന്നു മക്കളെ? 50 ഇലക്ട്രോൺസ് വരുന്നു. എവിടേക്കാ വരുന്നത്? പോസിറ്റീവ് വരുന്നു. നെഗറ്റീവിന് എത്ര ഇറങ്ങി പോകുന്നു മക്കളെ? 50 ഇറങ്ങി പോകുന്നു. അപ്പൊ സെല്ലിലേക്ക് 50 വന്നു, 50 ഇലക്ട്രോൺസ് വന്നു, 50 ഇലക്ട്രോൺസ് ഇറങ്ങിപ്പോയി. സെല്ലിന് വല്ല ലാഭം നഷ്ടം ഉണ്ടായോ? ഇല്ല. ഈ മെറ്റലിൽ നിന്നാണ് 50 ഇലക്ട്രോൺസ് ഇത് വന്നത്. പകരം മെറ്റലിലേക്ക് എന്ത് സംഭവിക്കുന്നു മക്കളെ? 50 ഇലക്ട്രോൺസ് കയറി പോകുന്നു. എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ആ എണ്ണം അതാണ് ഞാൻ എടുത്തത്. അപ്പോ ശരിക്കും അവിടെ ഇലക്ട്രോൺസിന്റെ ഒരു ഫ്ലോ നടക്കുന്നുണ്ട്. ആർക്കും ലാഭമില്ല, ആർക്കും നഷ്ടമില്ല. സെല്ല് 50 ഇലക്ട്രോൺസിനെ പുതുതായി ഉണ്ടാക്കുന്നു എന്നൊന്നും പറഞ്ഞു വെക്കരുത്. സെല്ലിന് അങ്ങനെ 50 ഇലക്ട്രോൺസിന് ഉണ്ടാക്കാൻ പറ്റില്ല. സെല്ല് 50 ഇലക്ട്രോൺസിനെ വാങ്ങിച്ചു വെക്കുന്നു അതും പറയുന്നത് മക്കൾ. അങ്ങനെ വാങ്ങിച്ചു വെക്കാനും പറ്റില്ല. അപ്പോ 50 ഇലക്ട്രോൺ സെല്ല് പോസിറ്റീവ് വാങ്ങിക്കുകയാണെങ്കിൽ നെഗറ്റീവ് നിന്ന് 50 ഇലക്ട്രോൺസിനെ പുറത്തു വിടുന്നു. മനസ്സിലായോ? നെഗറ്റീവ് 50 ഇലക്ട്രോൺസിനെ പുറത്തു വിടുന്നു. അപ്പോ മെറ്റലിന് 50 ഇലക്ട്രോൺസ് ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി പോകുന്നതായിരിക്കും. മെറ്റലിൽ നിന്ന് 50 ഇലക്ട്രോൺസ് ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ തിരിച്ച് മക്കളെ 50 ഇലക്ട്രോൺസ് മെറ്റലിലേക്ക് തിരിച്ചു കയറുന്നു. അപ്പൊ പറഞ്ഞു വരുമ്പോ മെറ്റലിന് ലാഭമില്ല, നഷ്ടമില്ല. സെല്ലിനും ലാഭമില്ല, നഷ്ടമില്ല. അപ്പൊ കുറെ കുട്ടികൾ ചോദിക്കും, അപ്പോഴെപ്പോഴാണ് നമ്മുടെ സെല്ലിന്റെ ചാർജ് തീർന്നു അല്ലെങ്കിൽ നമ്മള് സെല്ല് കഴിഞ്ഞു പോയി എന്ന് നമ്മൾ എപ്പോഴാ പറയാന്ന് ചോദിക്കുന്നത്. അങ്ങനെയുള്ള ഉത്തരങ്ങൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചെയ്യാം. കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം മക്കളെ, അപ്പൊ ഇലക്ട്രോൺസ് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അല്ലെ. എവിടുന്നാ ഫ്ലോ ചെയ്യുന്നത് നോക്കിയത് നിങ്ങള്? നെഗറ്റീവിൽ നിന്ന് ആരംഭിച്ച് കേട്ടോ. നിങ്ങൾ ആരോ മാർക്ക് ശ്രദ്ധിക്കണം മക്കളെ. നെഗറ്റീവിൽ നിന്ന് പുറത്തേക്ക് വരിക ചെയ്യണം. സോ നെഗറ്റീവിൽ നിന്ന് ഇലക്ട്രോൺസ് ആരംഭിച്ച് മെറ്റൽ വഴി കയറി, ഇപ്പൊ ബൾബായിക്കോട്ടെ, ബൾബാണെങ്കിൽ ബൾബ് വഴി കയറി അങ്ങനെ പോയി ഇലക്ട്രോൺസ് പോസിറ്റീവിലേക്ക് എത്തി. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺസ് എവിടേക്ക് ഫ്ലോ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ മക്കളെ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും അല്ലെ. സെല്ലിന്റെ നെഗറ്റീവിൽ നിന്നാണ് ഇലക്ട്രോൺസ് എവിടേക്ക് ഫ്ലോ ചെയ്യുന്നത് മക്കളെ? പോസിറ്റീവിലേക്ക് ഫ്ലോ ചെയ്യുന്നത്. നിങ്ങൾക്ക് അവിടെ ആരോ മാർക്ക് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് മക്കളെ, അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നെഗറ്റീവ് പുറത്തു വന്ന് പോസിറ്റീവിലേക്ക് കയറി പോകും. ആർക്കും നഷ്ടമുണ്ടായിട്ടില്ല മക്കളെ. ഇപ്പൊ നെഗറ്റീവിൽ നിന്ന് 50 ഇലക്ട്രോൺസ് ആയിരിക്കും പോയെങ്കിൽ പോസിറ്റീവിലേക്ക് തിരിച്ച് 50 ഇലക്ട്രോൺ കയറുന്നുണ്ട്. അപ്പൊ സെല്ലിന് വല്ല നഷ്ടം ഉണ്ടായ? മെറ്റലിൽ നിന്ന് 50 ഇലക്ട്രോൺസ് ഇവിടുന്നായി പോകുന്നുണ്ടെങ്കിൽ മക്കളെ ഇവിടെ വെച്ച് മെറ്റലിനുള്ളിലേക്ക് 50 ഇലക്ട്രോൺസ് കയറുന്നുണ്ട്. ആർക്കും നഷ്ടം ഉണ്ടായ? ഇല്ല. അങ്ങനെ നഷ്ടം ഉണ്ടായ ഒരു ബിസിനസ് ഇലക്ട്രിസിറ്റിയിൽ നടക്കില്ല. അപ്പൊ ഈക്വൽ നമ്പറിനെ കയറി. അപ്പൊ മക്കളെ ഇലക്ട്രോൺസിന്റെ ഫ്ലോ എവിടേക്കാണ് മക്കളെ? ആലോചിക്കൂ, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക്. പക്ഷേ കറന്റിന്റെ ഫ്ലോ എവിടേക്കാണ് മക്കളെ? കറന്റിന്റെ ഫ്ലോ നമ്മൾ പറയുന്നത് പോസിറ്റീവ് ടെർമിനലിൽ നിന്ന്, ഞാനിവിടെ ബ്ലൂ കളറിൽ കാണുന്നത് പോലെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്കാണ് കറന്റ് ഫ്ലോ. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് കറന്റിന്റെ ഫ്ലോ. പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് ആരംഭിച്ച് സെല്ലിന്റെ പോസിറ്റീവിൽ നിന്ന് ആരംഭിച്ച് നെഗറ്റീവിലേക്കാണ് കറന്റിന്റെ ഫ്ലോ. ഇലക്ട്രോൺസിന്റെ ഫ്ലോ നമ്മളെ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ്. ഓക്കെ, ആക്ച്വലി കറണ്ട് എന്ന് പറയുമ്പോൾ ആരുടെ ഫ്ലോ ആണ് മക്കളെ? ഇലക്ട്രോൺസിന്റെ ഫ്ലോ ആണ്. അപ്പൊ ശരിക്കും ഇലക്ട്രോൺസ് ബാറ്ററിയുടെ നെഗറ്റീവ് നിന്ന് ആരംഭിച്ച് പോസിറ്റീവിലേക്കാണ് പോകുന്നത്. പക്ഷെ നമ്മൾ കറണ്ടിനെ റെപ്രസെന്റ് ചെയ്തത് നേരെ തലതിരിച്ചിട്ടാണ്. കറണ്ട് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് വരുന്നത് മക്കളെ. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ഉണ്ട്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന സയന്റിസ്റ്റിന് പറ്റിയ തെറ്റാണ് ഇങ്ങനെ നമ്മൾ വേറിട്ട് പഠിക്കാനുള്ള കാരണം. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന് പറ്റിയ തെറ്റാണ്. നിങ്ങൾ അത്രയും മനസ്സിലാക്കിയാൽ മതി. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന് പറ്റിയ തെറ്റാണ് നമ്മൾ വേറിട്ട് പഠിക്കാനുള്ള കാരണം.
ആ തെറ്റ് ഫിസിക്സ് ഇന്നും നിലനിർത്തി പോരുന്നു. യാതൊരുവിധ മാറ്റവും ഫിസിക്സ് അതിനെ വരുത്തിയിട്ടില്ല. കറന്റിന്റെ ഡയറക്ഷൻ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവിലേക്കാണ്. കറന്റ് ഡയറക്ഷൻ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ്. ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് ആണ് കറണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇലക്ട്രോൺസ് പക്ഷെ മൂവ് ചെയ്യുന്നത് മക്കളെ എവിടെ നിന്നാണ്? നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്കാണ്. അപ്പൊ ഇലക്ട്രോൺ നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് മൂവ് ചെയ്യുന്നു, കറണ്ട് പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് മൂവ് ചെയ്യുന്നു. കറന്റിന്റെ ഫ്ലോയുടെ ഡയറക്ഷനും ഇലക്ട്രോണിന്റെ ഫ്ലോയുടെ ഡയറക്ഷനും ഓപ്പോസിറ്റ് ആണ്. ഇലക്ട്രോണും കറണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടാണെന്നുള്ള കാര്യം മനസ്സിലാക്കി പഠിച്ചോളൂ. അപ്പൊ ഇലക്ട്രോൺസ് നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക്, സെല്ലിന്റെ നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക്, കറണ്ട് പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക്. ഞാൻ നിങ്ങൾക്ക് അതൊരു വീഡിയോയിലൂടെ കാണിച്ചാൽ മക്കളെ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഞാനിത് മാറ്റട്ടെ, ഇത് മാറ്റാം, അപ്പോഴാണ് കറക്റ്റായിട്ട് ക്ലിയർ ആവുക. യെസ്, ഓക്കെ. നോക്കൂ, നമുക്ക് അവിടെ കാണുന്നുണ്ട് ഇത് ഇലക്ട്രോൺസ് ആണ് മക്കളെ. കണ്ടോ, ഇലക്ട്രോൺസ് നെഗറ്റീവിൽ നിന്ന് ആരംഭിച്ച് ഇതൊരു ബൾബാന്ന് വിചാരിച്ചു, ബൾബ് വഴി പോസിറ്റീവിലേക്ക് എത്തി, വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. കേട്ടോ, ഇതിങ്ങനെ ഒരു സൈക്കിൾ പോലെയാണ് മക്കളെ. ഇത് ഇങ്ങനെ തുറന്നുകൊണ്ടേ ഈ സാധനം ഇങ്ങനെ തുറന്നുകൊണ്ടേ പോകും, കാണുന്നില്ലേ? അപ്പൊ ആ നീല ഡോട്ട് കാണുന്നത് ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺസ് എവിടെ നിന്ന് ആരംഭിക്കുന്നു മക്കളെ? നെഗറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബൾബ് വഴി പോസിറ്റീവിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് അത് മനസ്സിലായോ? ഇലക്ട്രോൺസ് നെഗറ്റീവ് നിന്ന് മക്കളെ, നെഗറ്റീവ് ടെർമിനൽ ഇതാണ്, ചെറിയ വരെയാണ് നെഗറ്റീവ്. പോസിറ്റീവ് നിന്ന് വലിയ വര. നെഗറ്റീവിൽ നിന്ന് ആരംഭിച്ച് ഇലക്ട്രോൺസ് ബൾബ് വഴി കിടന്ന് പോസിറ്റീവ് എത്തി, വീണ്ടും അതന്നെ ഇങ്ങോട്ട് വരുന്നത്. എണ്ണത്തിലൊന്നും മാറ്റം വരില്ല കേട്ടോ. അപ്പൊ അതേ ഫ്ലോ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ ഇലക്ട്രോൺസിന്റെ ഫ്ലോ ഞാൻ ഏകദേശം നമ്മളെ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവ് നമ്മൾ കാണുന്നു. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. ഇനി നമുക്ക് കറന്റിന്റെ ഫ്ലോ നമുക്ക് നോക്കാം മക്കളെ. ഇന്ന് നമ്മൾ കാണുന്നത് കറന്റിന്റെ ഫ്ലോ ആണ്. കറന്റ് എവിടെ വരുന്നത്? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവ് കാണുമ്പോ മക്കളെ, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് കറന്റിന്റെ ഫ്ലോ നമുക്ക് അവിടെ കാണുന്നത്. അപ്പൊ ഇലക്ട്രോൺസിന്റെയും കറന്റ് ഫ്ലോ നമ്മൾ എന്ത് മക്കളെ? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പൊ കറണ്ട് പോസിറ്റീവ് ആരംഭിച്ച് നെഗറ്റീവിലേക്ക് പോകുന്നു, ഇലക്ട്രോൺസ് നെഗറ്റീവ് ആരംഭിച്ച് മക്കളെ പോസിറ്റീവ് പോകും. ഓക്കെ, ഇത് രണ്ടും കൂടി. അപ്പൊ ഇത് കറന്റിന്റെയാണ്. ഇനി അടുത്ത ഫ്ലോ മനസ്സിലായാലും നമ്മുടെ പോസിറ്റീവ് നെഗറ്റീവിലേക്ക് പോകും. ഓക്കെ, നമുക്ക് ഇനി അടുത്ത സ്ലൈഡ് നോക്കാം. യെസ്, ഇതാണ് ഈ സ്ലൈഡിന്റെ ഒരു പ്രത്യേകത. നിങ്ങൾ നോക്കൂ, ഇതാണ് ബാറ്ററി. ബാറ്ററിയുടെ ഇത് പോസിറ്റീവ് മക്കളെ, ഇത് മക്കളെ നെഗറ്റീവ്. കറണ്ട് അടയ്ക്കാൻ പോകാൻ മക്കളെ, പോസിറ്റീവിൽ നിന്ന് ആരംഭിച്ച് ബൾബ് വഴിയാണ് കറണ്ട് പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ അറിയണം, പോസിറ്റീവിൽ നിന്ന് ആരംഭിച്ച് മക്കളെ ഇവിടുന്ന് ആരംഭിച്ച് ഇങ്ങനെ വഴി പോയി ബൾബിൽ കൂടെ വഴി പോയി ഇങ്ങനെയാണ് പോകുന്നത്. അതാണ് പച്ച കറണ്ട്. ഓക്കെ, ഇലക്ട്രോൺസ് എങ്ങനെ പോകാൻ മക്കളെ? തിരിച്ചതാവും. എവിടെ നിന്ന് ആരംഭിക്കാൻ നമ്മളെ? നെഗറ്റീവിൽ നിന്ന് ആരംഭിച്ച് ഇലക്ട്രോൺസ് എങ്ങനെ പോകും. അതാണ് നമുക്ക് റെഡ് കളറിൽ കാണുന്നത്. ഇലക്ട്രോണിന്റെ കറണ്ട് നെഗറ്റീവിൽ നിന്ന് ആരംഭിച്ച് പോകുന്നതാണ് നമ്മളെ ഇലക്ട്രോണിന്റെ കറണ്ട്. ഓക്കെ, നമുക്കൊരു സ്ലൈഡിൽ നമുക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടി കാണിക്കാം. ഇതും അവിടെ തന്നെയാണ്. ഇത് നമ്മളെ വലിയ വര പോസിറ്റീവ്, ചെറിയ വര നെഗറ്റീവ്. പോസിറ്റീവ് നിന്നാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ആരോ മാർക്ക് ശ്രദ്ധിച്ചോ? പോസിറ്റീവ് നിന്ന് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഇലക്ട്രോൺ ഫ്ലോ കാണാൻ നോക്കി നിങ്ങൾ. നെഗറ്റീവ് നിന്ന് ആരംഭിച്ചത് ഇങ്ങനെയാണ് പോകുന്നത് മക്കളെ, ഇങ്ങനെയാണ് ഇലക്ട്രോൺ ഫ്ലോ. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഡൗട്ട് ഇല്ലാന്ന് വിചാരിക്കുന്നു. ആർക്കും ലാഭമില്ല, ആർക്കും നഷ്ടമില്ല. ഇലക്ട്രോൺസ് നെഗറ്റീവ് നിന്ന് ആരംഭിച്ച് പോസിറ്റീവിലേക്ക് പോകുന്നു. അതേപോലെ കറണ്ട് പക്ഷെ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്കാണ്. കറണ്ടിന്റെ ഡയറക്ഷനും മക്കളെ ഇലക്ട്രോൺ ഡയറക്ഷനും ഓപ്പോസിറ്റ് ആണ്. ഓക്കെ.